നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഹിസ്റ്ററി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിച്ചു പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളും അത് ഏത് ചാപ്റ്ററിലാണ് ഉൾപ്പെടുന്നത് എന്നുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് +2 പരീക്ഷയിൽ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മളിവിടെ പറയുന്ന ഓരോ ചോദ്യങ്ങളും ഓരോ ചാപ്റ്ററിലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ്, അതായത് വെയിറ്റേജ്, ഈ വർഷത്തെ വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ ചാപ്റ്ററിലെയും വെയിറ്റേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എന്താണെന്നുള്ളത് കൃത്യമായി കണക്കാക്കിക്കൊണ്ടൊരു വെയിറ്റേജ് വീഡിയോ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ ഇഷ്ടികകൾ, കന്മണികൾ, അസ്ഥികൾ എന്നുള്ളതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു ചോദ്യമാണ് ഹാരപ്പൻ സമൂഹത്തിൻ്റെ സാമൂഹ്യ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഹാരപ്പൻ സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള സാമൂഹ്യ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ ആ ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഹാരപ്പൻ ലിപിയെ കുറിച്ച് ചോദിക്കാം. ഹാരപ്പൻ ലിപി അതിനെ വിവരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്ന ചാപ്റ്ററിൽ അശോകന്റെ ധർമ്മനയത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദ്യം വരാറുണ്ട്. അശോകന്റെ ധർമ്മനയത്തെക്കുറിച്ച് വിവരണം നൽകാൻ വേണ്ടി ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിലെ എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്, അതുപോലെ കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്, അതുപോലെ മറ്റൊരു ചോദ്യം കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ബന്ധുത്വം, ജാതി, വർഗം എന്ന ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടതാണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് എന്ന ഒരു ചോദ്യം. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് അതിന് നിലനിൽക്കുന്ന വിമർശനാത്മകമായിട്ടുള്ള പതിപ്പ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം വരാറുണ്ട്. മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന രീതിയിലും ചോദ്യം വരാറുണ്ട്. ഇത്രയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവുക. ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ എന്ന ചാപ്റ്ററിൽ ഇവിടെ നമുക്കറിയാം ജൈനമതം, ബുദ്ധമതം, അതുപോലെ തന്നെ മഹായാനം, ഇങ്ങനെയുള്ള മതങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ജൈനമത തത്വങ്ങളും ബുദ്ധമത തത്വങ്ങളും പഠിക്കണം. അതിൻ്റെ അഷ്ടാംഗ മാർഗങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ജൈനമത തത്വങ്ങൾ പഠിക്കുക, ബുദ്ധമത തത്വങ്ങൾ പഠിക്കുക. അഷ്ടാംഗ മാർഗങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ്, അഷ്ടാംഗ മാർഗം ഏതൊക്കെയാണെന്ന് പഠിക്കുക. മഹായാന ബുദ്ധമതത്തെക്കുറിച്ചും അതുപോലെ സാഞ്ചിയിലെയും അമരാവതിയിലെയും സ്തൂപങ്ങളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സാഞ്ചി, അതുപോലെ അമരാവതി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെ സ്തൂപങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ മറ്റൊരു ചാപ്റ്ററാണ് ഭക്തി, സൂഫി, പാരമ്പര്യം. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആൾവാർമാരും നായനാർമാരും തമ്മിൽ അവരുടെ ഒരു ഡിഫറൻസ് ചോദിക്കാം. ആൾവാർമാരും അതുപോലെ നായനാർമാരും, ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടെ പറയാം. അതായത് വീരശൈവ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വീരശൈവ പാരമ്പര്യം അല്ലെങ്കിൽ ലിംഗായത്തുകൾ എന്ന് പറയും. വീരശൈവ പ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബസവണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബസവണ്ണയെക്കുറിച്ച് വിവരിക്കാനോ അല്ലെങ്കിൽ വീരശൈവ പാരമ്പര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചോ, ഇനി അതുമല്ലെങ്കിൽ ലിംഗായത്തുകാർ അല്ലെങ്കിൽ ലിംഗായത്തുകൾ എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ സിയാറത്ത് ഖവാലി എന്ന് പറയുന്നത് ഈ ഭക്തി സൂഫി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സിയാറത്ത് ഖവാലി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ മീരാഭായിയെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. മീരാഭായി അതിനെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ ചോദ്യം വരാം. അപ്പോൾ ആ ഒരു നമ്മുടെ
ഭക്തി സൂഫി പാരമ്പര്യം എന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. മറ്റൊരു ചോദ്യം, ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗരം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് തന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഒരു സാമ്രാജ്യ തലസ്ഥാനം വിജയനഗരം എന്നുള്ളത്. ഇതിൽ അമരനായകന്മാർ എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് അമരനായകന്മാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടദിഗ്ഗജങ്ങൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്താണ്, അതുപോലെ അമുക്തമാല്യത എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അഷ്ടദിഗ്ഗജങ്ങൾ അതുപോലെ തന്നെ അമുക്തമാല്യത അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അമരനായകന്മാർ എന്തായാലും ചോദ്യം വരുന്ന ഉറപ്പാണ്. അതുപോലെ തന്നെ വിജയനഗരം കോട്ടയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മഹാനവമി ദിബ്ബ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഈ ആദ്യകാല മുഗൾ രാജാക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യകാല മുഗൾ രാജാക്കന്മാർ ആരൊക്കെയാണ്, ചിലപ്പോൾ അവരുടെ കാലക്രമം അനുസരിച്ച്, അവരുടെ ഭരണകാലക്രമം അനുസരിച്ച് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടോ തരംതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, അങ്ങനെ അവരുടെ ഭരണകാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കാനൊക്കെ ഒരു ചാർട്ട് തരംതിരിക്കാനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണത്. അതുപോലെ അവരുടെ ദിനവൃത്താന്തങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദിനവൃത്താന്തങ്ങൾ എന്ന് തന്നെയാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, മുഗൾ കൊട്ടാരത്തിലെ ചിത്രകാരന്മാരാണ് ദിനവൃത്താന്തങ്ങൾ എഴുതിയിരുന്നത്, അങ്ങനെയുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. ഓക്കെ, അപ്പോൾ ദിനവൃത്താന്തങ്ങൾ ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. അതുപോലെ ഐനി അക്ബറി അഥവാ അക്ബർ നാമ എന്താണ് എന്ന് ചോദിക്കും. അക്ബർ നാമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഐനി അക്ബറി അല്ലെങ്കിൽ അക്ബരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാദുഷാ നാമ, അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. ബാദുഷാ നാമ എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക. ഈ ഐനി അക്ബറിയിൽ 5 പുസ്തകങ്ങളാണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ദഫ്താസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ദഫ്താസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? മൻസിൽ അബാദി, അതുപോലെ തന്നെ സീപ്പ അബാദി, അതുപോലെ മുൾക്കബാദി, അല്ലേ? സീപ്പ അബാദി, മുൾക്കബാദി, മൻസിലബാദി. ഇതാണ് ഐനി അക്ബരിയിൽ 5 പുസ്തകങ്ങളിൽ ആദ്യത്തെ 3 പുസ്തകം എന്നറിയപ്പെടുന്നത്. ദഫ്താസ് എന്നാണ് ഈ 5 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത്. അതൊക്കെ അക്ബർനാമയിൽ വിവരിക്കേണ്ട കാര്യങ്ങളാണ്. അക്ബർനാമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബാദുഷാ നാമ പഠിക്കുക. ബാദുഷാ നാമ ഇമ്പോർട്ടൻ്റ് ആണ്. ഷാജഹാനാണ് ബാദുഷാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, അല്ലേ? ഷാജഹാൻ സ്വീകരിച്ച സ്ഥാനപ്പേരാണെന്ത്? ബാദുഷാ എന്നുള്ളത്. ഓക്കെ, മുഗൾ രാജാവായ ഷാജഹാന്റെ ജീവചരിത്രമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാദുഷാ നാമ എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അതൊന്നും കൂടെ ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതുള്ളൂ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യം എന്ന് പറയുന്നത്. നമ്മളത് എസ്സേ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കലാപത്തിൻ്റെ നേതാക്കന്മാരും കേന്ദ്രങ്ങളും അത് ചിലപ്പോൾ പട്ടികപ്പെടുത്താൻ വേണ്ടി ചോദിക്കും, ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കും, കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, ഉറപ്പാണ്. കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യം എന്നുള്ളതിൽ. അതുപോലെ തന്നെ ഈ 1857 കലാപവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന കിംവദന്തികൾ, അത് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ. അതിൽ പ്രധാനപ്പെട്ട കിംവദന്തികൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം 3 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. 3 മാർക്കിനാകുമ്പോൾ 3 പോയിന്റ്, 2 മാർക്കിനാകുമ്പോൾ 2 പോയിന്റ്. അതുപോലെ 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്, എന്താണ് അതിൻ്റെ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിപ്പാഹിമാരുടെ ആവലാതികൾ, എന്തുകൊണ്ടാണ് സിപ്പാഹിമാർ ഇതിൽ പങ്കെടുക്കാൻ കാരണം എന്താണ്, അവധിലെ കലാപം, അതായത് 1857 കലാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഔദ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കലാപം നടത്താൻ അവരെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രദേശം എന്ന് പറയുന്നത് ഔദാണ്. എന്തുകൊണ്ടാണ് ഔദിനെ അവർ തിരഞ്ഞെടുത്തതെന്നൊക്കെയുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ചാപ്റ്ററാണ് ഏത്? മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കാണിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അപ്പോൾ മഹാത്മാഗാന്ധി നയിച്ച ആദ്യകാല സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് പിന്നെ സത്യാഗ്രഹങ്ങൾ അദ്ദേഹം നടത്തിയതിൽ ചമ്പാരൻ സത്യാഗ്രഹമുണ്ട്. ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയത് ചമ്പാരനിലായിരുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാണ് അഹമ്മദാബാദ് മിൽ സമരമാണ്, ഖേദ സത്യാഗ്രഹമുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനമുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക ഈ പ്രസ്ഥാനങ്ങളും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അല്ലേ, അതുപോലെ ദണ്ഡിയാത്രയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും റൗലത്ത് നിയമവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം ഒക്കെ ഈ ഒരു 1857 കലാപവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്റർ മുഴുവനായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഓക്കെ, അതുപോലെ വിഭജനത്തെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, വിഭജനത്തെ മനസ്സിലാക്കൽ എന്നുള്ളത്. അതായത് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഒന്ന് വിവരിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. ഇന്ത്യ വിഭജനം നടത്തിയപ്പോൾ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, പലരുടെയും വീടും അതുപോലെ സ്വത്തും സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടു, വർഗീയ ലഹള വ്യാപകമായി, അതുപോലെ ധാരാളം സ്ത്രീകൾ എന്താ പറയുക ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വിഭജനത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു കൃതിയാണ് നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്നത്. അത് വൺ വേർഡിൽ ചോദിക്കാറുണ്ട്. ഊർവശി ഭട്ടാലിയ എഴുതിയതാണ് ആ ഒരു പുസ്തകം, കാര്യമല്ല ആ പുസ്തകം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നന്നായിരിക്കും. അതുപോലെ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചതാണ്. വിവിധ തരം തിണകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. കച്ചം എന്താണ്? കച്ചം അഥവാ പെരുമാറ്റച്ചട്ടം എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് മോഡലിൽ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കച്ചം അഥവാ പെരുമാറ്റച്ചട്ടം. അതുപോലെ തന്നെ അക്കാലത്ത് നിലനിന്നിരുന്ന വിവിധ തരം നികുതികളും കരങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, യൂറോപ്യന്മാരുടെ ആഗമനം അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യന്മാരുടെ ആഗമനം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെതിരായിട്ട് നിലനിന്നിരുന്ന കുഞ്ഞാലിമരക്കാരുണ്ട്, മാർത്താണ്ഡവർമ്മയുണ്ട്, ശക്തൻ തമ്പുരാനുണ്ട്. ഇങ്ങനെ 3 പ്രശസ്തരായുള്ള വ്യക്തികൾ ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ സാധ്യത കൂടുതലുള്ളത് മാർത്താണ്ഡവർമ്മയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. പിന്നെ ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴശ്ശി കലാപം കാണാൻ സാധിക്കും. വിജ്ഞാന വ്യാപനം എന്ന് പറയുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. അവിടെ പഴശ്ശി കലാപമുണ്ട്, വേലുത്തമ്പിയുടെ കലാപമുണ്ട്, കുറിച്യരുടെ കലാപമുണ്ട്. കുറിച്യരുടെ കലാപമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറിച്യരുടെ കലാപം, പഴശ്ശി കലാപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ നമ്മൾ 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ചോദ്യം എസ്സേ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പഠിക്കാനുള്ളത്. പിന്നെ മാപ്പ് സ്റ്റഡി ഞാൻ 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 4 മാർക്കിൻ്റെ 4 മാപ്പ് തന്നിട്ടുണ്ട്. ആ 4 നിന്നല്ലാതെ ഒരു ചോദ്യം നിങ്ങൾക്ക് പുറത്തുനിന്നുണ്ടാവില്ല. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കൃത്യമായിട്ട് കാണുകയും ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് അത് ഓരോ ചാപ്റ്ററിലെയും അടയാളപ്പെടുത്തി പഠിക്കുകയും ചെയ്യുക. 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ എഴുതിയ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിശോധിക്കുക. അതിലെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.